ദമയന്തിയുടെ രണ്ടാം സ്വയംവരം എന്ന വാർത്ത കേട്ട് ഋതുപർണൻ അതിവേഗം പിറ്റേന്ന് രാവിലെ സൂര്യോദയത്തിൽ തന്നെ വിദർഭയിൽ കുണ്ടിനപുരിയിലെത്തണം എന്ന് ആഗ്രഹിച്ചു തൻ്റെ ഉത്തമസാരഥിയായ ദിവ്യശക്തിയുള്ളവനായ ഹയവിദ്യ പഠിച്ച ബാഹുകനെ സാരഥിയാക്കിയിട്ട് അതിവേഗം യാത്ര തിരിക്കുകയാണ്. ബാഹുക രൂപത്തിലുള്ള നളൻ്റെ രഥവേഗം കണ്ടിട്ട് രഥത്തിൻ്റെ വേഗത ആകാശത്തിൽ പക്ഷികൾ പറക്കുന്നത് പോലെ ഭൂസ്പർശമില്ലാതെ നീങ്ങുന്ന രഥവേഗം കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് മുമ്പ് നളൻ്റെ സാരഥിയായിരുന്ന വാർഷ്ണേയൻ പോലും. നളനല്ലാതെ ഇങ്ങനെ ഒരു രഥവേഗം കണ്ടിട്ടില്ല. അങ്ങനെ ആ ഉത്തമ ശ്ലോകൻ്റെ സാരഥി അമ്പരന്ന് നിൽക്കുമ്പോൾ നളൻ ആകാശചാരിയായ ഒരു പക്ഷിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ രഥം ഋതുപർണനെയും വാർഷ്ണേയനെയും കൊണ്ട് ആ വിദർഭ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവർ കാടുകൾ താണ്ടുന്നു, നദികൾ താണ്ടുന്നു, പർവ്വതങ്ങൾ താണ്ടുന്നു. ഒക്കെ തന്നെ ഒരു വിമാനത്തിൽ പോകുന്നത് പോലെ എന്ന് പറയാം. ഭൂമിയിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും കുതിരകളുടെ കാല് പോലും നിലത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല, അത്ര വേഗത്തിലായിരുന്നു യാത്ര. ഇടയിൽ ഋതുപർണൻ്റെ ഉത്തരീയം അതിവേഗം പോകുമ്പോൾ കാറ്റ് പുറകോട്ട് വീശുമല്ലോ. ഋതുപർണൻ്റെ ഉത്തരീയം താഴെ വീണ് പോയി. വിവാഹം ചെയ്യാൻ പോകുന്ന ആ ഭൈമീകാമുകനായിട്ട് പോകുന്ന ആളാണ്, വരനാണ്, ഭാവി വരനാണ്. അപ്പോൾ ഉത്തരീയമില്ലാതെ എങ്ങനെ അവിടെ ചെല്ലും? ഋതുപർണൻ പറഞ്ഞു, ബാഹുക, ഒരു നിമിഷം നീ രഥം നിർത്തൂ, എൻ്റെ ഉത്തരീയം താഴെ വീണ് പോയി, നമ്മുടെ സൂതൻ വാർഷ്ണേയൻ താഴെ ഇറങ്ങി ആ ഉത്തരീയം എടുത്തുകൊള്ളട്ടെ, ഒരു നിമിഷം നിർത്തൂ എന്ന് പറഞ്ഞപ്പോൾ നളൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാഹുകൻ പറഞ്ഞു, രാജാവേ, ഇപ്പോൾ കുതിര ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അങ്ങയുടെ ഉത്തരീയം വീണത് ഇപ്പോൾ ഒരു നിമിഷം മുമ്പ്, അരനിമിഷം മുമ്പ് വീണുപോയ ഉത്തരീയം ഇപ്പോൾ കിടക്കുന്നത് 1 യോജന അകലെയാണ്. തിരിച്ചു പോയാൽ സമയം കിട്ടില്ല പിന്നെ. അപ്പോൾ ഇവിടെ നളൻ്റെ രഥവേഗത്തെയാണ് കാണിക്കുന്നത്. വ്യാസൻ്റെ അപാരമായിട്ടുള്ള വർണ്ണനാ കൗശലം നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ പെട്ടെന്ന് ഇപ്പോൾ വീണ് പോയ ഉത്തരീയം 1 യോജന പിറകിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയണമെങ്കിൽ ഒരു അരനിമിഷം കൊണ്ട് ആ രഥം എത്ര വേഗത്തിൽ സഞ്ചരിച്ചു. അരനിമിഷം കൊണ്ട് 1 യോജന ദൂരത്തിലാണ് ആ രഥം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ രഥത്തിൻ്റെ വേഗതയാണത് കാണിക്കുന്നത്. അത് കേട്ട് ഋതുപർണന് ഒരുപക്ഷെ ലജ്ജ തോന്നിക്കാണും. പക്ഷെ അദ്ദേഹം ആ ലജ്ജ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ശൗര്യം, തൻ്റെ കഴിവ് ഈ ബാഹുകനെയും കാണിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അവരൊരു വലിയ കാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു വലിയ വൃക്ഷം കാണുകയാണ്. ഒരു താന്നി വൃക്ഷം. ബിഭീതകം എന്നാണ് സംസ്കൃതത്തിൽ വ്യാസൻ അതിനെ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തൻ്റെ തർജ്ജമയിൽ അതിനെ താന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താന്നി വൃക്ഷം പൊതുവെ നമ്മുടെ നാട്ടിൽ പരിചിതവുമാണ്. ആ താന്നി വൃക്ഷത്തെ കണ്ടിട്ട് ഋതുപർണൻ പറഞ്ഞു, ബാഹുക, നിനക്ക് മാത്രമല്ല കഴിവുകളുള്ളത്, എനിക്കും ചില കഴിവുകളുണ്ട്. ചില വിദ്യകളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗണനാശക്തി, എൻ്റെ സംഖ്യാശക്തി, സംഖ്യകളെ എണ്ണാനും കൂട്ടാനും കുറയ്ക്കാനും അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുമുള്ള എൻ്റെ വിദ്യയും നീ കണ്ടുകൊള്ളൂ. എല്ലാവർക്കും എല്ലാം അറിയാം എന്ന് വിചാരിക്കരുത്. സർവജ്ഞനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. ഒരു വ്യക്തിയിൽ മാത്രമായി എല്ലാ ജ്ഞാനവും ചേരുകയുമില്ല. നീ ഒരുപക്ഷെ പാചകക്കാരനായിരിക്കാം, വശവിദ്യ ഉണ്ടായിരിക്കാം, മറ്റ് വിദ്യകളുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു അപൂർവ വിദ്യയുണ്ട്. എന്താണ് വിദ്യ? ഈ വൃക്ഷത്തിൽ ആകെയുള്ള ഇലകളും പഴങ്ങളും താഴെ വീണ് കിടക്കുന്നവയും മുകളിലുള്ളതും എത്രയാണെന്ന് ഞാൻ എണ്ണിയിട്ട് പറയാം. എന്നിട്ട് നളനെ, ബാഹുകനെ അതിശയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതാ ഇവിടെ വീണ് കിടക്കുന്ന ഇലകളുടെയും പഴങ്ങളുടെയും എണ്ണം മുകളിലുള്ള ഇലകളെയും പഴങ്ങളെക്കാളും 202 എണ്ണം കൂടുതലാണ്. അതുപോലെ ആ കാണുന്ന 2 ശാഖകളിലായിട്ട് ഈ വൃക്ഷത്തിന് 2 കോടി ഇലകളുണ്ട്. 2 ശാഖകളിലായിട്ട്, ആ കാണുന്ന 2 ശാഖകളിലായിട്ട് 295 പഴങ്ങളുണ്ട്. സംശയമുണ്ടെങ്കിൽ അതിൽ ഒരു പ്രശാഖയെ, ഒരു ചെറിയ കൊമ്പ് മുറിച്ചെടുത്തിട്ട് നീ എണ്ണി നോക്കി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ കൗതുകം കൊണ്ട് നളൻ തേര് അവിടെ നിർത്തി. അങ്ങ് പറഞ്ഞത് പരോക്ഷമായിട്ടുള്ള കാര്യമാണ്, അത് പ്രത്യക്ഷമായിട്ട് അറിയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ എണ്ണാതെ പറഞ്ഞതാണ്, അതാണ് പരോക്ഷം. എണ്ണിയിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷമായി അത് തെളിയേണ്ടതുണ്ട്. ഞാനൊരു കൊമ്പ് പൊട്ടിച്ച് എണ്ണി നോക്കാം, എന്നിട്ടേ പറയാൻ പറ്റൂ അങ്ങയുടെ പരോക്ഷം ശരിയാണോ എന്ന കാര്യം.
അതുകൊണ്ട് തൽക്കാലം ഈ കുതിരകളെ വാർഷ്ണയൻ പിടിച്ചു നിർത്തട്ടെ, ഞാൻ ഈ മരത്തിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് ഇലകളെ എണ്ണാൻ തുടങ്ങുകയാണ്. ഋതുപർണൻ പറഞ്ഞു, വൈകരുത്, വിവാഹത്തിനാണ് സ്വയംവരത്തിനാണ് പോകുന്നത്, പെട്ടെന്ന് എത്തേണ്ടതാണ്. അപ്പോൾ നളൻ പറഞ്ഞു, ഒരു മുഹൂർത്തം കാത്തിരുന്നാൽ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അങ്ങക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഈ കാണുന്ന ശുഭകരമായ ഈ മാർഗം വിദർഭയിലേക്കാണ്. വിദർഭയിലേക്ക് ഇനി അധികം ദൂരമില്ല. ബാക്കി ദൂരം നമ്മുടെ വാർഷ്ണയൻ രഥം ഓടിച്ചാലും വിദർഭയിലെത്താൻ സാധിക്കും. വിശ്വാസമില്ലെങ്കിൽ അങ്ങ് പോയിട്ട് വന്നോളൂ, ഞാനിവിടെ ഇരുന്ന് ഇലകൾ എണ്ണിയിട്ടേ പോകുന്നുള്ളൂ എന്ന് നളൻ പറഞ്ഞു. അപ്പോൾ ഋതുപർണൻ അല്പം വിനമ്രനായിട്ട് പറഞ്ഞു, അത് വേണ്ട ബാഹുക, അങ്ങ് ലോകൈക അശ്വകോവിദനാണ്, അങ്ങയെ കൂട്ടാതെ ഇനി ഞാൻ പോകുന്ന വിഷയമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയെ വീണ്ടും ശരണം പ്രാപിക്കുകയാണ്. അങ്ങ് തടസ്സമൊന്നും പറയരുത്. വിദർഭയിൽ ചെന്ന് എനിക്ക് നാളത്തെ സൂര്യോദയം എനിക്ക് കാണിച്ചു തരണം. എന്ന് വെച്ചാൽ വിദർഭയിൽ ചെന്ന് സൂര്യനെ കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ സൂര്യോദയം കഴിഞ്ഞു, നാളത്തെ സൂര്യോദയത്തിന് സൂര്യനെ എനിക്ക് കാണാൻ സാധിക്കണം, പ്രഭാതത്തിന് മുമ്പ് എനിക്ക് അവിടെ എത്താൻ സാധിക്കണം, അത് അങ്ങ് വാക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നളൻ അത് സമ്മതിച്ചു. എന്നിട്ട് വൃക്ഷത്തിൽ കയറി ഒരു കൊമ്പ് മുറിച്ചെടുത്ത്, ഒരു പ്രശാഖയെ മുറിച്ചെടുത്തിട്ട് അതിലെ പെട്ടെന്ന് ഇലകളെയൊക്കെ എണ്ണി നോക്കി. അത്ഭുതം തന്നെ. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിരുന്നു. പഴങ്ങളെണ്ണി നോക്കി പഴങ്ങളുടെ എണ്ണവും കൃത്യമായിരുന്നു. അത്ഭുതം തോന്നി. നളൻ പറഞ്ഞു, രാജാവേ, ഇതെന്ത് അത്ഭുതമാണ്, ഇതെന്ത് വിദ്യയാണ്, ഇങ്ങനെ പരോക്ഷമായിട്ട് ഒരു വൃക്ഷത്തിലെ ഇലകളെ, കോടിക്കണക്കിന് ഇലകളെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഋതുപർണൻ ചെറുപുഞ്ചിരിയുമായിട്ട് പറഞ്ഞു, ഇതാണ് അക്ഷഹൃദയം മന്ത്രം. നിനക്ക് അശ്വഹൃദയമല്ലേ അറിയാൻ പാടുള്ളൂ, എനിക്ക് അക്ഷഹൃദയം മന്ത്രം അറിയാം. ഞാൻ സംഖ്യാവിശാരദനാണ്. അക്ഷഹൃദയ മന്ത്രത്തിൻ്റെ ആ ഉപാസന കൊണ്ട് ഞാൻ സംഖ്യാവിശാരദനായി തീർത്തിട്ടുണ്ട്. നളൻ വളരെ ആകാംക്ഷയോടെ പറഞ്ഞു, ഈ വിദ്യ എനിക്കും പറഞ്ഞു തരുമോ? ഞാൻ എൻ്റെ അശ്വഹൃദയം മന്ത്രം വിദ്യ അങ്ങേക്കും പറഞ്ഞു തരാം. അത് കേട്ട് ഋതുപർണൻ ഈ ഹയജ്ഞാന ലോഭം കൊണ്ട് അശ്വവിദ്യയെ അറിയാനുള്ള ലോഭം കൊണ്ട് ഋതുപർണനും വളരെയധികം മനസ്സിൽ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് തരാം, ഞാൻ നിനക്ക് അക്ഷഹൃദയ വിദ്യ ഉപദേശിച്ചു തരാം, പകരം നീ എനിക്ക് അശ്വഹൃദയ മന്ത്രം ഉപദേശിക്കുക. പക്ഷേ തൽക്കാലം നീ അശ്വഹൃദയം നിൻ്റെ ഉള്ളിൽ തന്നെ വച്ചോളൂ, കാരണം ഇപ്പോൾ നമുക്ക് വിദർഭയിലേക്ക് പോകേണ്ട സമയമാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അക്ഷഹൃദയ വിദ്യ ബാഹുകന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഒരു സാധാരണ സൂതന് ഇത് ഉപദേശിച്ചു കൊടുക്കാമോ എന്നാണെങ്കിൽ ഋതുപർണൻ ഈ അശ്വഹൃദയ വിദ്യയോട് അത്രയധികം അദ്ദേഹത്തിന് ഒരു ആകർഷണമുണ്ടായിരുന്നു. വേഗതയോട് അങ്ങേയറ്റം ആവേശമുള്ള ആളായിരുന്നു അദ്ദേഹം. അത് പ്രത്യേകം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ഷഹൃദയം നളന് കൊടുത്തു. അക്ഷഹൃദയ മന്ത്രം വിദ്യ കിട്ടിയ ആ മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബാധിച്ചിരുന്ന കലി പുറത്തേക്കിറങ്ങി. കാർക്കോടകൻ്റെ വിഷം കൊണ്ട് അവശനായിട്ടുള്ള ആ കലി, കാർക്കോടകൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായ ആ വിഷം തുപ്പിക്കൊണ്ട്, കുരച്ചും കൊണ്ടും തുപ്പിക്കൊണ്ടും അവശനായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു. നളനെ എത്രകാലവും കഷ്ടപ്പെടുത്തിയ ആ കലിയുടെ ശാപശക്തിയും ക്ഷയിച്ചു പോയിട്ടുണ്ടായിരുന്നു. സ്വന്തം സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് കലി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. നളൻ ക്രോധാകുലനായിട്ട് കലിയെ ശപിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അത് കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് കലി അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് തൊഴുതിട്ട് പറഞ്ഞു, രാജാവേ, മഹാരാജാവേ, എന്നോട് ക്രോധിക്കരുതേ, ഞാൻ അങ്ങയ്ക്ക് ശ്രേയസ് നൽകാം. അങ്ങയിൽ വസിച്ച് അങ്ങയെ ഉപദ്രവിച്ചുവെങ്കിലും ഇത്രയും കാലം കാർക്കോടകൻ്റെ വിഷമേറ്റ് ഞാൻ രാപ്പകൽ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, അങ്ങയ്ക്ക് ഒരു ശ്രേയസ് പറഞ്ഞു തരാം. അങ്ങയുടെ ചരിതം, അങ്ങയുടെ കഥ ആരാണോ ഇന്നും കീർത്തിക്കുന്നത് അവരെ ഞാൻ ബാധിക്കുകയില്ല, കലിബാധ അവർക്കുണ്ടാവുകയില്ല. എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ, എന്നെ ശപിക്കാതിരുന്നാൽ ഈ അനുഗ്രഹം ഫലിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നളൻ കലിയോടുള്ള തൻ്റെ കോപത്തെ ഉപേക്ഷിച്ചു. കലി നളനെ പേടിച്ച് തൊട്ടടുത്തുള്ള ഈ വിഭീതക വൃക്ഷത്തിൽ, ഈ താന്യവൃക്ഷത്തിൽ ചാടിക്കയറി. കലിയും നളനും തമ്മിലുള്ള ഈ സംഭാഷണം അവർ രണ്ടുപേരുമല്ലാതെ മറ്റാർക്കും കാണാൻ സാധിച്ചില്ല എന്നും പറഞ്ഞു. നളന് സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ തേജസ്സും ശക്തിയും ഒക്കെ തന്നെ തിരിച്ചു കിട്ടി. ബാക്കി കുറച്ചുകൂടി പഴങ്ങൾ എണ്ണാനുണ്ടായിരുന്നു, അതുകൂടി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമാക്കിയ ശേഷം അദ്ദേഹം രഥത്തിൽ കയറി വീണ്ടും കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ട് അതിവേഗം വിദർഭയിലേക്ക് ആ രഥം പാഞ്ഞ് ചെല്ലാൻ തുടങ്ങി. ആ താന്യവൃക്ഷത്തിൽ കലി പ്രവേശിച്ചതുകൊണ്ട് പിന്നീട് ആളുകൾ താന്യവൃക്ഷത്തെ നിന്ദ്യവൃക്ഷമായിട്ട് കാണാൻ തുടങ്ങി. അതിനെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല. ആ വൃക്ഷത്തിന് ഒരു പാതിഥ്യം ജനങ്ങൾ കൽപ്പിച്ചു. കാരണം കലി അതിലാണ് കയറിയത്. പക്ഷെ നളൻ പോയ ശേഷം കലി ആ വൃക്ഷത്തെ വിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ
ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പല വിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്നവരാണല്ലോ. അങ്ങനെ താന്നി വൃക്ഷത്തിന് അതിനുശേഷമാണ് ഈ ഒരു പാതിത്യം നിന്ദ്യമായ ഒരു വൃക്ഷമായിട്ട് അതിനെ കണക്കാക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. നളൻ പൂർണ്ണ തേജസ്സോടു കൂടിയിട്ടാണ് പിന്നീട് യാത്ര ചെയ്തതും വിദർഭയിലെത്തിയതും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ രൂപം മാത്രം തിരിച്ചു കിട്ടിയില്ല. ശക്തിയും പൗരുഷവും മറ്റ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ബുദ്ധിയും മറ്റ് കഴിവുകളൊക്കെ തന്നെ ശോഭിച്ചു, രൂപം മാത്രം മാറിയില്ല. അന്ന് വൈകുന്നേരമാണ് വിദർഭയിൽ അവരെത്തിച്ചേർന്നത്. അപ്പോൾ രാവിലെ എത്തണമെന്ന് പറഞ്ഞതാണ്. പിറ്റേന്ന് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് അവിടെ സ്വയംവരമാണ്. പക്ഷേ അതിലും ഒരു രാത്രി മുമ്പേ തന്നെ, വൈകുന്നേരം തന്നെ, പറഞ്ഞതിലും നേരത്തെ തന്നെ വിദർഭയിൽ അവരുടെ രഥം എത്തുകയും ചെയ്തു. ഭീമരാജാവ് ഋതുപർണനെ സന്തോഷത്തോടെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. മറ്റൊരു രാജാവാണ്. ആ രാജാവിന് ഈ രാജ്യത്ത് ഏത് സമയത്തും വരാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് സ്വാഗതം ചെയ്യേണ്ടതാണ്, രാജാവ് തന്നെ ചെന്ന് എതിരേൽക്കേണ്ടതാണ്. അതൊക്കെ ഭീമരാജാവ് വേണ്ട പോലെ ചെയ്തു. പക്ഷെ അവിടെ വിവാഹത്തിൻ്റെ ഒരു ഘോഷവും കണ്ടില്ല, നിശബ്ദമായിരുന്നു. കാരണം ഈ വിവാഹം ദമയന്തിയും ദമയന്തിയുടെ അമ്മയും മാത്രം അറിയുന്ന ഒരു വ്യാജ സ്വയംവരമായിരുന്നു. ഋതുപർണനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ, മറ്റ് രാജാക്കന്മാർ ആരും വന്നിട്ടില്ല. ഋതുപർണനെ ഇവിടെ വരുത്തിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു, നളനെ ബാഹുകനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊന്നും പാവം ഋതുപർണൻ അറിയുന്നില്ല. മഹാപാവമായിട്ടുള്ള രാജാവ് ഭീമരാജാവും ഇതറിയുന്നില്ല, ദമയന്തിയുടെ സഹോദരന്മാരും അറിയുന്നില്ല. ഒന്നും അറിയാതെ ഈ മഹാരാജാവ് നദികളും പുഴകളും പർവ്വതങ്ങളും താണ്ടി ഇത്രയധികം യോജന ദൂരത്ത് നിന്ന് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ഭീമരാജാവ് അതിശയിച്ചു. ഇവിടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ, ഇത് ആരെങ്കിലും തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏപ്രിൽ ഫൂൾ ആക്കുന്നത് പോലെ വിഡ്ഢിയാക്കിയതാണോ എന്ന് ഋതുപർണൻ സംശയിച്ചു. ഒന്നും ചോദിച്ചില്ല ഭീമരാജാവ്, ഇങ്ങോട്ടും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞുമില്ല. ഏതായാലും നളൻ്റെ രഥം അവിടെ വന്ന് നിർത്തിയപ്പോൾ അതിഗംഭീരമായിട്ടുള്ള രഥനിർഘോഷം കേട്ടു. കുതിരയുടെ ശബ്ദവും രഥനിർഘോഷവും. ആ രഥനിർഘോഷം കേട്ടിട്ട് ദമയന്തി, അന്തഃപുരത്തിരുന്ന ദമയന്തിക്ക് തോന്നുകയാണ്, ഇത് നളൻ്റെ വരവാണ്, നളൻ്റെ രഥനിർഘോഷമാണ്, ഇത് ദിവ്യമാണ്, ഇങ്ങനെ മറ്റൊരാൾക്കും ഇങ്ങനെ രഥം ഓടിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി. അതുപോലെ നളൻ്റെ രഥത്തിലാണ്, നളൻ്റെ ദിവ്യമായ കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് ദമയന്തിയുടെ 2 മക്കളെയും മുമ്പ് വാർഷ്ണയൻ വിദർഭയിൽ കൊണ്ടുചെന്നാക്കിയത്. ആ കുതിരകൾ അവിടെ ഉണ്ടായിരുന്നു. നളൻ്റെ ആഗമനം അറിഞ്ഞിട്ട് ആ കുതിരകൾ അതിഗംഭീരമായ ശബ്ദമുണ്ടാക്കി, ഘോഷമുണ്ടാക്കി. കുതിരകളുടെ നിർഘോഷം കേട്ടു. നളൻ്റെ സാമീപ്യം അനുഭവിക്കുന്നത് പോലെയായിരുന്നു ആ കുതിരകൾ പെരുമാറിയത് എന്നതും ഈ വൈദർഭ്യമായ ദമയന്തി ശ്രദ്ധിച്ചു. ദമയന്തിയുടെ മനസ്സ് എന്തെന്നില്ലാതെ ആഹ്ലാദം കൊണ്ട് പിടയുകയാണ്. ആ കുതിരകൾ മാത്രമല്ല സന്തോഷിച്ചത്, അതുപോലെ ആ വിദർഭ രാജ്യത്തുണ്ടായിരുന്ന പ്രാസാദ ശിഖരങ്ങളിൽ, അതായത് വലിയ വലിയ ഗോപുരം, വലിയ വലിയ തലയുയർത്തി നിൽക്കുന്ന മണിമേടകളുടെ മുകളിൽ ഇരിക്കുന്ന മയിലുകൾ തല ഉയർത്തി നോക്കി നളനെ അത്ഭുതത്തോടുകൂടി ആ രഥനിർഘോഷത്തെ ശ്രദ്ധിച്ചു. ആനകളും കുതിരകളും ചെവി കൂർപ്പിച്ചുകൊണ്ട് ശബ്ദം കേട്ടു. പിന്നീട് അവയൊക്കെ തന്നെ ഈ നളൻ്റെ രഥനിർഘോഷത്തിന് പ്രതിധ്വനി എന്നതുപോലെ അവരും ശബ്ദമുണ്ടാക്കി. അങ്ങനെ അത്ഭുതകരമായ ശബ്ദവിശേഷങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ദമയന്തി കൂടുതൽ സന്തോഷിച്ചു. ഇത് നളമഹാരാജാവിൻ്റെ രഥഘോഷമാണ്, സംശയമില്ല, ഇവിടെ നളൻ വന്നു ചേർന്നിരിക്കുന്നു, ഇപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണണം. ഈ ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഈ രഥനിർഘോഷം നളൻ്റേതല്ലാതെ മറ്റാരുടേതുമല്ല. അതെന്നെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുകയാണ്. അസംഖ്യ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ പുണ്യശ്ലോകനായ നളരാജാവിനെ ഇന്ന് ഞാൻ കണ്ടില്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും. മഹാബാഹുവായിട്ടുള്ള നളൻ്റെ കൈകളിൽ പരമസുഖത്തോടുകൂടി ഞാൻ ഇന്ന് ചേർന്നമർന്നു നിന്നില്ലെങ്കിൽ ഇന്ന് എൻ്റെ മരണം, എൻ്റെ നാശം ഇന്ന് സംഭവിക്കും. കാരണം ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ധർമ്മം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, ചോദിച്ച ആളുകൾക്ക് കൊടുക്കാതിരുന്നിട്ടില്ല, വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം ഇന്ന് സാധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദമയന്തി നളനെ കാണാൻ വേണ്ടിയിട്ട് തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് ഓടി ചാടിക്കയറി അതിന് മുകളിൽ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് നോക്കുന്നു. അപ്പോൾ അവിടെ വലിയൊരു ബൃഹത്തായ രഥം അവിടെ നിൽക്കുന്നു. ആ രഥത്തിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു. അത് വാർഷ്ണേയൻ ഇറങ്ങി വന്നു. വാർഷ്ണേയൻ രാജാവിനോട് വളരെ ഉപചാരപൂർവ്വം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. തേജസ്വിയായിട്ടുള്ള വീരനായ ഋതുപർണ രാജാവ് അതിൽ നിന്ന് ഇറങ്ങി. പിന്നീട് അതിൻ്റെ സാരഥിയായിട്ടുള്ള കറുത്തിരുണ്ട് ചുരുണ്ട മുടിയും പരന്ന മൂക്കും ഒക്കെ ആയിട്ട് കൈയുടെ നീളം കുറഞ്ഞ കൈയുമായിട്ടുള്ള വിരൂപിയായിട്ടുള്ള ആ സാരഥിയും അവിടെ നിന്ന് ഇറങ്ങി. ദമയന്തി വീണ്ടും വീണ്ടും നോക്കി, എവിടെ നളൻ, എവിടെ നളൻ? നളൻ ആ തേരിൽ നിന്നും ഇറങ്ങിയില്ല. നിരാശയോട് കൂടിയിട്ട് ദമയന്തി, എന്തു പറ്റി?
നളനല്ലാതെ ഇങ്ങനെ രഥം ഓടിക്കാൻ സാധിക്കില്ല. ഋതുപർണ രാജാവ് ഓടിച്ചാൽ നളനെ പോലെ ആകുമോ? ആകില്ല. നളൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പക്ഷേ തനിക്ക് നളനെ കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് നളൻ? അന്വേഷിക്കുകയാണ് ദമയന്തി. ദമയന്തിക്ക് നളനെ തിരിച്ചു കിട്ടുമോ? നളൻ്റെ പൂർവ്വരൂപം തിരിച്ചു കിട്ടുമോ? നളനും ദമയന്തിയും ആ മാതൃകാ ഭാര്യാഭർത്താക്കന്മാർ വീണ്ടും ഒന്നിച്ചു ചേരുമോ എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വ്യാസൻ നമുക്ക് പറഞ്ഞു തരുന്നത്.